जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതം എന്ന് വായിച്ചൊരു കാര്യമാണ്. അപ്പം അതിൽ സ്വരൂപ് ദാമോദർ എന്ന് പറഞ്ഞ് പ്രഭുപാദിന്റെ ശിഷ്യനുണ്ട്. അപ്പം അദ്ദേഹം പ്രഭുപാദിനെ കാണാനായിട്ട് വന്നത് ജൂൺ മാസത്തിലാണ് വന്നത്. ഈ സ്വരൂപ് ദാമോദർ യഥാർത്ഥത്തിലൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം ഡിവോട്ടീസിനെ കാണുന്നത്. അങ്ങനെ അദ്ദേഹം പ്രഭുപാദ് കാലിഫോർണിയയിലായിരുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് കാണുകയുണ്ടായി. അപ്പം പ്രഭുപാദിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അദ്ദേഹം സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിക്കും. അപ്പം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തോഡം സിംഗ് എന്നാണ്. പിന്നെ പ്രഭുപാദ് എവിടെ ഈ വെനിസ് ബീച്ചിൽ നടന്നു പോകുമ്പം എവിടെ നമ്മുടെ സയൻറ്റിസ്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഇദ്ദേഹം മുമ്പോട്ട് വരുമ്പം പ്രഭുപാദ് ഒരുപാട് ഈ ആധുനിക ശാസ്ത്രത്തിലെ തെറ്റുകളെക്കുറിച്ച് നല്ലപോലെ പറയും. അപ്പോൾ ഇദ്ദേഹം പതുക്കെ കൺവിൻസ്ഡ് ആയിട്ട് പ്രഭുപാദിന്റെ ടീച്ചിങ്സൊക്കെ ബുക്സുകളൊക്കെ വായിച്ച് അവസാനം പ്രഭുപാദിന്റെ ശിഷ്യനായിട്ട് മാറി സ്വരൂപ് ദാമോദർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത പ്രധാന സർവീസ് എന്ന് പറഞ്ഞാൽ ഈ സയന്റിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ ഈ ഭക്തിയുടെ ശാസ്ത്രം ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രഭുപാദ് കൊടുത്തത്. അദ്ദേഹം യഥാർത്ഥത്തിൽ മണിപ്പൂരെന്നാണ് സ്വരൂപ് ദാമോദർ. അപ്പം 1977 ജൂൺ ആ സമയമായപ്പോൾ പ്രഭുപാദ് വൃന്ദാവനത്തിലുണ്ടായിരുന്ന സമയത്ത് പ്രഭുപാദിനെ കാണാൻ വേണ്ടി സ്വരൂപ് ദാമോദർ വന്നു. അപ്പോൾ വന്ന സമയത്ത് അദ്ദേഹം മെയിൻലി 2 കാര്യത്തിലാണ് വന്നത്. ഒന്ന് പ്രഭുപാദിനെ കാണാനും പിന്നെ വൃന്ദാവനത്തിൽ സയന്റിസ്റ്റുകളുടെ ഒരു കോൺഫറൻസ് നടത്താനും കൂടെ. ഒറിജിൻ ഓഫ് ലൈഫ്, എവിടുന്നാണ് ജീവൻ വന്നത് എന്നുള്ള അതിനെക്കുറിച്ചുള്ള ഒരു കോൺഫറൻസ് നടത്താനും കൂടെയാണ് വന്നത്. അപ്പോൾ പ്രഭുപാദിനോട് ഇങ്ങനെ കുറേ സംസാരിച്ചു. പ്രഭുപാദിന് തീരെ വളരെ കുറച്ച് നേരെ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പ്രഭുപാദ് ഇദ്ദേഹം വന്നത് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം കുറേ പോമിഗ്രാനൈറ്റ് ഒക്കെ കൊണ്ടുവന്നു. പ്രഭുപാദ് പറഞ്ഞു അതെല്ലാം കുറച്ച് പൈനാപ്പിളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി അത് ജ്യൂസാക്കി തരണം എന്ന് പറഞ്ഞു. അത്രയും സ്നേഹമാണ് ആ ശിഷ്യനോട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഓരോ ആധുനിക ശാസ്ത്രത്തിലെ ഓരോ തെറ്റുകളെക്കുറിച്ച് പ്രഭുപാദ് കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ തമാൽ കൃഷ്ണമാല നോക്കുമ്പോൾ 2 മണിക്കൂറായിട്ട് പ്രഭുപാദ് സംസാരിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, തമാൽ കൃഷ്ണമാരാജ് പ്രഭുപാദിനോട് പറഞ്ഞു പ്രഭുപാദ് കീർത്തൻ പാർട്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് നമ്മുടെ പ്രഭുപാദ് കുറച്ച് ദേഷ്യപ്പെട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് പറഞ്ഞു ഇത് കീർത്തനല്ലേ, ഞാനിപ്പോൾ പറയുന്നത് കീർത്തനല്ലേ എന്നിങ്ങനെ ചോദിച്ചു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു കീർത്തന്റെ ആചാര്യൻ ആരാണ്? സ്വരൂപ് നമ്മുടെ ശുകദേവ് ഗോസ്വാമിയാണ്. ശുകദേവ് ഗോസ്വാമി എന്താണ് കീർത്തൻ ചെയ്തത്? ഭാഗവതമാണ് കീർത്തൻ ചെയ്തത്. അപ്പം അതേപോലെ നമ്മളും ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്, വേറെ ഒരു കാര്യങ്ങളും അല്ല പറയുന്നത്. കീർത്തൻ എന്ന് പറഞ്ഞാൽ ഡ്രമ്മും കരുത്തലോ അല്ല, ഭഗവാനെ കുറിച്ച് ഭൗതികമല്ലാതെ ഭഗവാനെ കുറിച്ച് പറയുന്ന എന്തും കീർത്തനമാണ് എന്നുള്ള. അപ്പം അത് കേട്ടിട്ട് സ്വരൂപ് ദാമോദർ വീണ്ടും ഒരുപാട് സംസാരിച്ചു. പിന്നെ അദ്ദേഹത്തിനൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ കോൺഫറൻസിന് എന്ത് പേരാണ് ഇടേണ്ടതെന്ന്. അപ്പം അദ്ദേഹം ഒരു പേര് കണ്ടുപിടിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു ഭക്തി വേദാന്ത വിജ്ഞാന കോൺഫറൻസ് എന്നാണ്. അപ്പം പ്രഭുപാദ് ആദ്യം വിചാരിച്ചു ഭക്തി വേദാന്ത എന്ന് വെച്ചാൽ തൻ്റെ പേര് വെച്ചുള്ള കോൺഫറൻസ് ആണെന്ന് വെച്ചു. അപ്പോൾ ഉടനെ പ്രഭുപാദ് പറഞ്ഞു ഭക്തി വേദാന്ത സ്വാമി ആർക്കും അറിയത്തില്ല, അത് ആരും വലിയ കാര്യമായിട്ടൊന്നും അത് എടുക്കത്തില്ല എന്ന്. പിന്നെ വേറൊരു ശിഷ്യൻ പറഞ്ഞു അങ്ങനല്ല, ഭക്തി വേദാന്ത പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ശാസ്ത്രമാണ്, അതുകൊണ്ടാണ് ആ പേര് വച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് സാറ്റിസ്ഫൈഡ് ആയില്ല. പ്രഭുപാദ് പറഞ്ഞു ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലാകത്തില്ല എന്നാണ് പ്രഭുപാദ് പറഞ്ഞത്. നമ്മൾ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഭക്തിയുടെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് ലൈഫ് കംസ് ഫ്രം ലൈഫ് എന്നുള്ള ഇത് ഇട്ടുകൂടാന്ന് ചോദിച്ചു. അപ്പം ഉടനെ സ്വരൂപ് ദാമോദർ പറഞ്ഞു ലൈഫ് കംസ് ജീവനിൽ നിന്നാണ് വരുന്നത്. അതായത് ഒരു ജഡപദാർത്ഥം
എത്തിസ്റ്റിക് ആയിട്ടുള്ള സയന്റിസ്റ്റ് പറയുന്നത് എല്ലാം ജഡത്തിൽ നിന്നാണ് ജീവൻ വരുന്നതെന്ന്. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു ലൈഫ് കംസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞു, ജീവനിൽ നിന്നാണ്, ഭഗവാനിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും വരുന്നതെന്ന്. ലൈഫ് കം ഫ്രം ലൈഫ് എന്നുള്ള ഇത് ഇട്ടൂടെയും ചോദിച്ചു. പിന്നെ ഉടനെ തന്നെ സ്വരൂപ് ദാമോദർ ശരി അങ്ങനെ ഇടാമെന്നുള്ളത്. അല്ല, സത്സ്വരൂപ് മഹാരാജ് പറയുന്ന പ്രഭുപാദ് എല്ലാ കാര്യത്തിലും വളരെ സെൻസിറ്റീവാണ്. നമ്മൾ കൊടുക്കുന്ന പേര്, നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അതൊക്കെ സമൂഹത്തിൽ എങ്ങനെയാണ് അത് കാണുന്നതെന്നുള്ള കാര്യത്തിൽ പ്രഭുപാദ് വളരെ സെൻസിറ്റീവാണ് എന്നുള്ള കാര്യം മഹാരാജ്